ഒരപ്പൻ തൻ്റെ മകനെ വിളിച്ച് തൻ്റെ കൈവശമുണ്ടായിരുന്നൊരു വാച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഇത് നിൻ്റെ അപ്പൂപ്പന്മാർ കൈമാറ്റം ചെയ്ത് തന്നതാണ്. ഇതിന് അത്രയേറെ വിലയുണ്ട്. ഇത് ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. എൻ്റെ മോൻ ആദ്യം ഒരു കാര്യം ചെയ്യണം. ഇത് കൊണ്ടുപോയി ഒരു കടയെ കാണിച്ച് വിൽക്കുകയാണെങ്കിൽ എത്ര കിട്ടുമെന്ന് ചോദിക്കണം. ആ മകൻ ആ വാച്ചുമായി പോയി കടയിൽ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു, $180 തരാം. മകൻ വന്ന് അപ്പനോട് പറഞ്ഞു, $180 തരാമെന്ന് പറഞ്ഞു. അപ്പൻ പറഞ്ഞു, നാളെ ഇതുമായിട്ട് ഒരു സ്ഥലത്ത് പോയി പണയം വയ്ക്കാൻ നോക്കണം. അങ്ങനെ പണയം വയ്ക്കുന്ന കടയിൽ അടുത്ത ദിവസം പോയപ്പോൾ അവർ പറഞ്ഞു, $5 തരാം. മകൻ അതും പറഞ്ഞു. അപ്പൻ പറഞ്ഞു, നാളെ ഇതുകൊണ്ട് മ്യൂസിയത്തിലുള്ളവരോട് കാണിക്കണം. അവരെത്ര തരുമെന്ന് ചോദിക്കുക. അവർ പറഞ്ഞു, $5 ലക്ഷം തരാം. തിരിച്ചു വന്ന മകനോട് അപ്പം പറഞ്ഞു, എത്തേണ്ടടുത്ത് എത്തിയാൽ മാത്രമേ അതിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തു സുവിശേഷത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവ് വരാതെ വേറെ നിവൃത്തിയില്ല. പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളെല്ലാം പഠിപ്പിക്കും. ഞാൻ ഇനിയും കുറേ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ നിങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളതിനുവേണ്ടി പാകപ്പെടുത്തും. ഒരു വിധത്തിൽ പറഞ്ഞാൽ സഭയിൽ ആകമാനം പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. ആഗോള സഭ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രശസ്ത ധ്യാനഗുരുവായ സേവ്യർ ഖാൻ വട്ടായൽ ഇപ്രകാരം പറഞ്ഞു, ഇന്ന് സഭയിൽ നടക്കുന്ന 99% ആത്മാവിൻ്റെ പ്രവർത്തനമല്ല, ഈഗോയിസം മാത്രമാണ്. വ്യക്തിപരമായ ആത്മാക്കളെ സൃഷ്ടിച്ച് കാര്യങ്ങൾ നടത്തുന്നു. സഭയുടെ ഏറ്റവും വലിയ കരുത്ത് പരിശുദ്ധാത്മാവാണെന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിനെ വിറ്റ് ജീവിക്കുന്ന അനേകം മനുഷ്യരുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന പല അഭിപ്രായങ്ങളും പരിശുദ്ധാത്മാവുമായി ഒരു ബന്ധമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ വിവേചനത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ പരിശുദ്ധാത്മാവ് വേദം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടം സംജാതമായിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് മുൻകൂട്ടി പറഞ്ഞു, വരും നാളുകളിൽ ഓരോരുത്തരും തങ്ങളുടെ അഭിരുചിക്ക് അനുയോജ്യരായ പ്രബോധകരെ കൊണ്ടുവന്ന് തങ്ങൾക്ക് പറയാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കും. ഇന്ന് കർത്താവിൻ്റെ നാമത്തിലോ കർത്താവിൻ്റെ നാമത്തെക്കുറിച്ചോ പറയുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന പ്രഭാഷകന്മാരെ കിട്ടാനില്ല. എല്ലാവരും അവരുടെ താല്പര്യങ്ങളിൽ ക്രിസ്തുവിനെ തളച്ചിടുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വന്ന് എല്ലാം നിങ്ങൾക്ക് പഠിപ്പിക്കും, നിങ്ങളെ യഥാർത്ഥത്തിൽ വിടുവിക്കുകയും ചെയ്യും. നമ്മളിന്ന് ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ തീവ്രത നമുക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് കർത്താവ് സുവിശേഷത്തിൽ പറഞ്ഞത്, ഇനി മുതൽ 5 പേരുള്ളിടത്ത് 2 പേർ 3 പേർക്കും 3 പേർക്ക് 2 പേർക്കും എതിരായിരിക്കും. ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനമല്ല ഞാൻ നൽകുന്നത്. കർത്താവിൻ്റെതാണ് 916 സമാധാനം. ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന സമാധാനം. സമാധാനത്തിന് 2 തലങ്ങളുണ്ട്. നിഷ്ക്രിയമായ സമാധാനവും ക്രിയാത്മകമായ സമാധാനവും. ആരോടും മിണ്ടാതെ, ഒരു വാക്കുപോലും പറയാതെ, എല്ലാവരോടും താഴ്മയോടെ നിൽക്കുന്ന ഒരു എളിമ നിറഞ്ഞൊരു സമാധാനമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആ സമാധാനം ആരാണ് പ്രകടിപ്പിക്കുന്നത് അയാളുടെ ക്രെഡിറ്റ് കൂട്ടുന്ന ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ്. എന്നാൽ ക്രിയാത്മകമായ സമാധാനമുണ്ട്. അടങ്ങിയിരിക്കാതെ ആളിക്കത്തിക്കുക എന്നുള്ള തീവ്രമായ ദാഹത്തോടു കൂടി എത്തേണ്ട എല്ലായിടത്തും ഒരു കൊടുങ്കാറ്റിൻ്റെ ആവേശത്തോട് എത്തുന്ന ക്രിയാത്മകമായ സമാധാനമുണ്ട്. യുദ്ധത്തിൻ്റെ കെടുതികൾ എല്ലായിടത്തും മുഴങ്ങുമ്പോൾ യഥാർത്ഥ ക്രിയാത്മകമായ സമാധാനത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിൽ സന്ധി സംഭാഷണങ്ങൾ നടത്തുന്നതിനും
ഒരു ക്രിയാത്മകമായ സമാധാനത്തിലുള്ള ശ്രമമാണ് നടക്കുന്നത്. നിഷ്ക്രിയമായ സമാധാനം അല്ല ഇത്. കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ തീയിടാനാണ്. തീയിട്ടിട്ട് ആരും കാണാൻ ഒളിച്ചിരിക്കുന്നതല്ല, മറിച്ച് ആ തീ അത് എത്രയും വേഗം ആളിപ്പടരണമെന്നല്ലാതെ മറ്റെന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ക്രിയാത്മകമായ ഒരു ചിന്ത ഇതിനകത്ത് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത്തരം ക്രിയാത്മകമായ രീതികളാണ്. അത് സമാധാനത്തിലായാലും ശരി, സ്നേഹത്തിലായാലും ശരി, സാഹോദര്യത്തിലായാലും ശരി, എളിമയിലായാലും ശരി, പുണ്യങ്ങളിലായാലും ശരി, ക്രിയാത്മകമായ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് ശക്തി വരുന്നവരെ നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. നിങ്ങൾ ഉന്നതത്തിൽ ശക്തി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയതുപോലെ അടങ്ങിയിരിക്കാനാവില്ല, വൈബ്രൻ്റ് ആവുകയെ നിവൃത്തിയുള്ളൂ. പെന്തക്കോസ്ത നാളിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് പരിചിതമായ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരുടെയും മേൽ അഗ്നിനാളത്തിൻ്റെ രൂപത്തിൽ, അഗ്നിനാവുകളുടെ രൂപത്തിൽ ആത്മാവിൻ്റെ വലിയ സംസർഗമുണ്ടായി. അവരെല്ലാവരും ജ്വലിച്ചു, അവരെല്ലാവരും പ്രകാശിച്ചു. ഈ പ്രകാശമാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ക്രിയാത്മകത. ഈ ക്രിസ്തു ശിഷ്യരായ നമ്മളെ സംബന്ധിച്ചോളം നമുക്കെങ്ങനെയാണ് ഇത്തരം ക്രിയാത്മകമായ രീതിയിൽ നിൽക്കാനാവുക? സമാധാനത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം, സമാധാനപരമായ ജീവിതത്തിന് വേണ്ടി വില കൊടുക്കണം, കിണഞ്ഞ് പരിശ്രമിക്കണം. കർത്താവ് പറയുന്ന പോലെ അത് മുട്ടി തുറക്കേണ്ട ഒരു വാതിലാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ സമാധാനത്തിൻ്റെ ആഴമെന്നൊക്കെ പറയുന്നത് ലോകം തിരിച്ചറിയാതെ പോകുന്ന ആഴമാണ്. അടഞ്ഞു കിടക്കുന്ന മാളിക മുറിക്ക് അകത്തേക്ക് വന്നിട്ട് അത്ഭുതകരമായ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ കർത്താവിനറിയാം ഈ അത്ഭുതം കണ്ട് ഭയപ്പെട്ട് ആഗ്രഹപ്പെട്ട് നിൽക്കുന്നവരുടെ മുന്നിൽ കർത്താവ് നൽകുന്ന വലിയ സമ്മാനമാണ് സമാധാനം. നമ്മൾ സമ്മാനം നൽകുന്ന വ്യക്തികളായി മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ജീവിതം അതിനുള്ള ഏറ്റവും വലിയ മാതൃകയാണ്. കർത്താവിന് വേണമെങ്കിൽ അടങ്ങിയിരുന്ന് ആരോടും ഒന്നും മിണ്ടാതെ യഹൂദരോടും ഫരിസേയരോടും നിയമിക്കേണ്ട ഒരു വാക്ക് പോലും പറയാതെ ഒതുങ്ങിക്കൂടി ജീവിക്കാമായിരുന്നു. പക്ഷെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് ക്രിയാത്മകമായ സമാധാനത്തിലേക്ക് എത്തണം. ചിലപ്പോൾ കടന്നു പോകുന്ന വഴികളൊക്കെ വളരെ വേദന നിറഞ്ഞതായിരിക്കാം. ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിനടുത്തുള്ള മരത്തിൽ ചിത്രശലഭത്തിനൊരു പ്യൂപ്പ കണ്ടു. അദ്ദേഹം അത് സാഗൂതം വീക്ഷിച്ചു. ഒരിക്കൽ അദ്ദേഹം കണ്ടു അതിൻ്റെ ഒരു ഭാഗം ചെറുതായി പൊട്ടി അകത്ത് നിന്ന് ചിത്രശലഭം വരാൻ ശ്രമിക്കുന്നു. കുറേ നേരം ശ്രമിച്ച് ഈ ചിത്രശലഭത്തിന് വരാൻ പറ്റാതായപ്പോൾ ഇദ്ദേഹം ആ പ്യൂപ്പയുടെ അറ്റം ഒന്ന് കീറിയിട്ട് കൊടുത്തു. ചിത്രശലഭം പുറത്തേക്ക് വന്നു. പക്ഷെ അദ്ദേഹം തിരിച്ചറിഞ്ഞൊരു കാര്യം, ഈ ചിത്രശലഭത്തിന് മറ്റ് ചിത്രശലഭങ്ങളെ പോലെ അങ്ങനെ വലിപ്പവുമില്ല, ചിറകുകളൊക്കെ വളരെ ചെറുതാണ്. അദ്ദേഹത്തിന് അറിവുള്ളൊരു മനുഷ്യൻ പകർന്നു കൊടുത്ത ചില അറിവുകളാണ് അദ്ദേഹത്തിൻ്റെ ഉൾക്കണ്ണ് തുറന്നത്. യഥാർത്ഥത്തിൽ ചിത്രശലഭം ഈ പ്യൂപ്പയുടെ ഒരു ഭാഗം പൊട്ടി അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ നിതാന്ത പരിശ്രമം നടത്തുമ്പോൾ ഇതിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സ്രവം അതൊരു രാസപ്രക്രിയയിലൂടെ കടന്നുപോയി അത് വലിയ ചിറകുകളായി രൂപാന്തരപ്പെടുകയാണ്. ഇദ്ദേഹം ചെയ്തു കൊടുത്ത ആ എളുപ്പ വഴി കാരണം ശിഷ്ടകാലം മുഴുവൻ ചെറിയ ശരീരവും ചെറിയ ചിറകുമായി ആ ചിത്രശലഭം ജീവിക്കേണ്ടി വന്നു. പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ വഴി മാറി കുറുക്കു വഴികൾ തേടുമ്പോൾ സംഭവിക്കുന്നത് ഇത് മാത്രമല്ലാതെ വേറൊന്നുമല്ല. കർത്താവാകട്ടെ, മക്കളെ, നിങ്ങൾ എന്നെ പീഡിപ്പിച്ചോ നിങ്ങളെയും പീഡിപ്പിക്കുമെന്ന് പറയുമ്പോൾ അർത്ഥം ഒരുങ്ങുക, വേദനയ്ക്ക് വേണ്ടി സഹനത്തിന് ഒരുങ്ങുക, അതിലൊരു കുറുക്കു വഴിയെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് കർത്താവ് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അല്ലാത്തിടത്തോളം കാലം നമുക്ക് നമ്മളെക്കുറിച്ചും ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മൾ വിലയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കില്ല. ക്രിസ്തു പഠിപ്പിച്ചത് അധ്വാനിക്കുന്നതിന് ഭാരം ചുമക്കുന്ന നിങ്ങളെല്ലാം എൻ്റെ അടുക്ക വരുവരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എത്രയോ വിശുദ്ധമായ വാക്കുകളാണ്. കർത്താവിൻ്റെ കൂടെ ചേർന്ന് വലിയ മനുഷ്യരാകാൻ ശ്രമിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.